ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ പോണ്ടിച്ചേരി ട്രാവൽ വ്ളോഗ്. ഞാനിപ്പം പോണ്ടിച്ചേരിയാണുള്ളത്. ഇതാണ് എൻ്റെ സ്റ്റേ. അപ്പം ടീം ട്രിപ്പായിട്ട് വന്നതാണ് പോണ്ടിച്ചേരി. ഞാനിവിടെ എവിടെയൊക്കെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു എല്ലാം എൻ്റെ ഈ വ്ളോഗിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ സ്റ്റേ ട്യൂൺഡ്. നമ്മളുടെ യാത്ര ഇവിടെ നിന്നാണ് തുടങ്ങിയത്. എല്ലാവരും ഒരു കോമൺ പോയിന്റിൽ മീറ്റ് ചെയ്തു. ട്രാവലർ വന്നു, കയറി, ഞങ്ങൾ യാത്ര തുടങ്ങി. കയറിയപ്പോൾ തന്നെ ഞാൻ ഫ്രണ്ട് സീറ്റ് എടുത്തു, കാരണം വീഡിയോസ് എടുക്കാൻ കുറച്ച് എളുപ്പമായിരിക്കുമല്ലോ. പിന്നീടാണ് മനസ്സിലായത് അതൊരു അബദ്ധമായി പോയെന്ന്. ഡ്രൈവറിനെ ഞാൻ നോക്കും, ഇടയ്ക്ക് നോക്കുമ്പോൾ ഉറക്കം തൂങ്ങിയിരിക്കുന്നു, കണ്ണ് തിരുമ്പുന്നു. അതോടെ എൻ്റെ ഉറക്കം പോയി. ചെറുതായി ഒന്ന് മയങ്ങി കണ്ണ് തുറക്കുമ്പോൾ മുന്നിൽ വേറെ ബസ്സൊക്കെ. പിന്നെ ആളൊരൊറ്റ തിരിക്കലാണ്. എവിടെയൊക്കെയാണ് തിരിഞ്ഞതെന്നറിയോ എൻ്റെ അമ്മേ. പക്ഷെ ആൾക്ക് ഉറക്കം വരുന്നത് കൊണ്ട് ഇടയ്ക്കൊക്കെ ആൾ ചായ കുടിക്കാൻ നിർത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ഒരു 1:30 ആയപ്പോഴാണ് നമ്മൾ യാത്ര തുടങ്ങിയത് ബാംഗ്ലൂരിൽ നിന്ന്. പക്ഷേ പോണ്ടിച്ചേരി എത്താറായപ്പോഴാണ് ഞാൻ ഉറങ്ങി. അങ്ങനെ പോണ്ടിച്ചേരി എത്തി. നിങ്ങൾക്കൊക്കെ പോണ്ടിച്ചേരി എന്ന് പറയുമ്പോൾ എന്താ ആദ്യം മനസ്സിൽ വരിക? എനിക്ക് ആദ്യം മനസ്സിൽ വരിക സ്വപ്നക്കോട് മൂവിയാണ്. ഡ്രൈവർ ചേട്ടൻ പേപ്പർ ശരിയാക്കാൻ പോയ തക്കം നോക്കി എല്ലാവരും ഇറങ്ങി ചായ കുടിച്ചു. പക്ഷെ ഒരൊറ്റ ആൾക്കും ചായ ഇഷ്ടമായില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ സ്റ്റേയിലോട്ട് പോവാണ്. പ്രിൻസ് പാർക്ക് ഫാം ഹൗസ്. കുറേ സ്ഥലങ്ങൾ നോക്കി, പ്രൈസ് റീസണബിൾ ആയിരുന്നു. പിന്നെ ഒരു ഗ്രൂപ്പിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേ വേണമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ സ്റ്റേ സെലക്ട് ചെയ്തു. പേയ്മെൻ്റ് ഒക്കെ കൊടുത്ത് ചെക്ക് ഇൻ ചെയ്തു. നമ്മൾ ഏർലി ചെക്കിനും ലേറ്റ് ചെക്ക് ഔട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് തന്നു. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ സ്റ്റേയിലോട്ട് പോകാം. ഇതൊരു വലിയ സ്ഥലമാണ്, കുറേ വില്ലാസൊക്കെ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ താമസിച്ചത്. ഒരു ചെറിയ റൂം ടൂർ തരാം ഞാൻ. നമ്മൾ 11 പേരാണുള്ളത്. അപ്പോൾ 4 റൂമുള്ള സ്റ്റേ ആണ് നോക്കിയത്. കയറുമ്പോൾ തന്നെ ബങ്ക് ബെഡും സിംഗിൾ ബെഡും ഉള്ള 2 റൂംസ്, പിന്നെ ഹാൾ വിത്ത് ഡൈനിങ് സ്പേസ്, പിന്നെ അവിടെ ഒരു ബാത്റൂം കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ കാണിക്കാൻ വിട്ടുപോയി. ഫ്രിഡ്ജുണ്ട്, TV ഉണ്ട്, പക്ഷെ നമ്മളിതൊന്നും യൂസ് ചെയ്തില്ല. പിന്നെ ഇത് വേറെ റൂം, ഒരു ക്വീൻ സൈസ് ബെഡ് ആൻഡ് സിംഗിൾ ബെഡ്, ബാത്റൂം അറ്റാച്ച്ഡ് ആൻഡ് സെയിം ഈ റൂമിലും. ഞാൻ നേരത്തെ റെഡിയായി. എൻ്റെ കൂടെ ഉള്ളവരൊക്കെ നേരെ സ്വിമ്മിംഗ് പൂളിലോട്ട് വന്നു. നമുക്ക് ആദ്യം ഒരു മാംഗ്രൂവ് ഫോറസ്റ്റ് കാണാൻ പോകണം. മാംഗ്രൂവ് ഫോറസ്റ്റ് പോകണം, അവിടെ ബോട്ടിങ് കയാക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പം ഇതാണ് ഇവിടെ സ്വിമ്മിംഗ് പൂൾ. അവർ ഓൾറെഡി ഇറങ്ങി. എല്ലാവരും സ്വിമ്മിങ് കഴിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഭക്ഷണം കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റിന് പരിപ്പുവട, ഉപ്മ, ഇഡ്ഡലി, പിന്നെ 2 തരം ചട്നി, സാമ്പാർ, പിന്നെ പുറത്ത് ലൈവായിട്ട് ദോശയും ഓംലെറ്റും ഉണ്ടാക്കി തരുന്നുണ്ടായിരുന്നു. ബൈ, കഴിച്ചിട്ട് കാണാം. അറ്റ് ലാസ്റ്റ് എല്ലാവരും റെഡിയായി വണ്ടിയിൽ കയറി. യൂണിവേഴ്സിറ്റി പഠിക്കുന്നുണ്ടായിരുന്ന സമയത്ത് വിജയുടെ മൂവി പോസ്റ്റേഴ്സ് ആയിരുന്നു കാണുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ ആളുടെ ഇലക്ഷൻ്റെ പ്രിപ്പറേഷൻസ് ആണ് കാണുന്നത്. കാലം പോയ പോക്കേ. നമ്മളിപ്പം മാംഗ്രൂവ് ഫോറസ്റ്റിലേക്ക് പോകാൻ പുറപ്പെട്ട് കഴിഞ്ഞു. ഇനി അവിടെ എത്തിയിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യണമെന്ന് നോക്കാം. നമ്മളിപ്പം വിൽസ് ബോട്ട് ഹൗസ് എന്ന് പറഞ്ഞുള്ള സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഇവിടെ ബോട്ടിങ് ചെയ്യാനായിട്ട്. അപ്പം 1 ബോട്ട് 10 to 15 പീപ്പിളിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ 11 പീപ്പിൾ ഉണ്ട്. അപ്പം നമുക്കൊരു ബോട്ടായി തരാമെന്ന് പറഞ്ഞു. ബോട്ടിങ്ങിലെ ഈ 4 സ്ഥലങ്ങളാണ് കവർ ചെയ്യുക. ഇവിടെ വേറെയും കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, പക്ഷെ നമ്മൾ ബോട്ടിങ് മാത്രമേ എടുത്തുള്ളൂ. കയാക്കിങ് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവർക്കും, പക്ഷേ പ്രൈസ് കുറച്ച് കൂടുതലാണെന്ന് തോന്നി. അപ്പോൾ പിന്നെ നമ്മൾ ബോട്ടിങ് മാത്രമാക്കി. ബോട്ടിൽ കയറാൻ പോവാണ്. എനിക്ക് വലിയ പേടിയൊന്നുമില്ല, എന്നാലും എങ്ങാനും വീണിട്ട് എൻ്റെ ബാഗ് പോയാലോ. അപ്പോൾ ഇതാണ് പോണ്ടിച്ചേരി ഹാർബർ. നമുക്കിവിടെ കാണിച്ചു തരായിരുന്നു. ആളെന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, കുറേയൊന്നും എനിക്ക് മനസ്സിലായില്ല. ഇപ്പം മാംഗ്രൂവിൽ കുറച്ചും കൂടി കഴിഞ്ഞാൽ വാട്ടർ ലെവൽ കൂടുന്നു പറഞ്ഞിട്ട് അവർ തിരിച്ചു വരുമ്പം മാംഗ്രൂവിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് കടലിലോട്ടാണ്. Are you scared? Are you scared? I'm not. I can swim. You can swim. Are you scared? No.
getting അപ്പം നമ്മൾ മാംഗ്രോവ്സിൻ്റെ ഉള്ളിലോട്ട് പോയായിരുന്നു. പോണ സമയത്ത് നമ്മുടെ ബോട്ടിൻ്റെ ഡ്രൈവർ പറയായിരുന്നു, ശബ്ദമൊന്നും അധികം ഉണ്ടാക്കരുത്, കുട്ടികളുടെ ശബ്ദം ഭയങ്കരമായിട്ട് ക്രോക്കോഡൈൽസിനെ അട്രാക്റ്റ് ചെയ്യും, അപ്പോൾ ശബ്ദം ഉണ്ടാക്കാതിരുന്നോളൂ എന്ന്. Hey, crocodile. Hey, come back, come back. Wait, wait, no, 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 wait, 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 wait. No, 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 wait, 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 wait. എങ്ങാനും വീണിട്ട് എൻ്റെ ബാഗ് പോയാൽ. No, 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 wait, 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 wait. Small one, wait, wait. Come back, come back, come back, come back, come back. Come back, come back, come back, come back. Hey, hey. Hey, hey, wait. Hi, 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 hi. Just for fun, fun, fun. No, crocodile. Just for fun only. Just for fun only. Hi, 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 hi. Hi. അങ്ങനെ ആളെ നമ്മളെ പ്രാങ്കൊക്കെ ചെയ്ത് നമ്മളടുത്തത് വന്നത് അരിക്കമേടാണ്. ഇതൊരു ആർക്കിയോളജിക്കൽ സൈറ്റാണ്. പഴയൊരു ട്രേഡിംഗ് പോർട്ടാണിത്. പഴയതെന്ന് പറഞ്ഞാൽ ഭയങ്കര പഴയത്. 1st സെഞ്ച്വറിയിൽ ഇൻഡോ റോമൻ ട്രേഡിങ് കുറേ ഇവിടെ നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ പൊന്നിയിൻ സെൽവനത്തെ ഒരു സീൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കാർത്തിയും ഐശ്വര്യയും കോംബോ ഉള്ള ഒരു സീൻ, ആ അമ്പലത്തിൽ വരുന്നൊരു സീൻ ഉണ്ടല്ലോ അത്. നമ്മളിപ്പം ബോട്ടിങ് കഴിഞ്ഞു, 4 സ്ഥലം പോയി. 4 സ്ഥലം എന്ന് പറയാൻ പറ്റില്ല, 4 ഭാഗം മൊത്തം കണ്ടു തീർത്തു. ഇനി പോകുന്നത് ഭക്ഷണം കഴിക്കാൻ. കാമാച്ചി നോൺ വെജ് റെസ്റ്റോറൻറ്റ്, നല്ല റിവ്യൂ ഉണ്ട്, നമുക്ക് നോക്കി നോക്കാം. നമ്മൾ കാമാച്ചി റെസ്റ്റോറൻറ്റ് പോയി. അവിടെ നമ്മൾക്ക് വെയിറ്റിംഗ് 40 മിനിറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഭക്ഷണം കഴിക്കാൻ പോകാമെന്ന് വെച്ചിട്ട് നമ്മളിപ്പോൾ പോകുന്ന കഫേ വെലൂട്ട്. ഞാൻ കഴിഞ്ഞ വട്ടം പോണ്ടിച്ചേരി വന്നപ്പോൾ അവിടെ പോയിട്ടുണ്ടായിരുന്നത്. കഫേ ബലൂന്ന് ഭക്ഷണം കഴിച്ചു, ലഞ്ച് കഴിച്ച് ഇറങ്ങി. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട്. ഇനിയിപ്പം നമ്മൾ പോകാൻ പോകുന്നത് ഓരോബിന്ദു ആശ്രമത്തിലോട്ടാണ്. അങ്ങനെ നമ്മൾ ഓരോബിന്ദു ആശ്രമം ഇറങ്ങി. അവിടെ ക്യാമറ അലൗഡ് അല്ല, നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യിപ്പിക്കും. ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് പാരഡൈസ് ബീച്ച്. ഇവർക്കെല്ലാവർക്കും വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യണം. അപ്പം ഞങ്ങൾ പാരഡൈസ് ബീച്ച് പോവാണ്. അങ്ങനെ പാരഡൈസ് ബീച്ച് എത്തി. സാൻഡ് ഡ്യൂൺസ് പാരഡൈസ് ബീച്ച്. ഇവിടെ എൻട്രി ചെയ്യാൻ 70 റുപ്പീസാണ്. അല്ലെങ്കിൽ ബോട്ട് കയറി അപ്പുറത്തുനിന്ന് വരാം. അത് വൈകുന്നേരം 5 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാരഡൈസ് ബീച്ചിലാണ്. ഞാൻ കഴിഞ്ഞ വട്ടം പോയത് ഇരൺ ബീച്ചിലാണ്. ഇതെന്ന് പറയുന്നത് ഒരു സെപ്പറേഷൻ ഉണ്ട്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം, മാപ്പിൽ കാണിച്ചു തരാം. ചെറുതായിട്ട് ഗോവയൊക്കെ പോലെ ആക്കാൻ നോക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാനൊന്ന് എനിക്ക് ടീ ടൈം സ്നാക്ക് പോലെ ബജ്ജി കഴിച്ചു. എല്ലാവരും വെള്ളത്തിലൊക്കെ കളിച്ച് നമ്മൾ പിന്നെ വീണ്ടും തിരിച്ച് റോക്ക് ബീച്ച് പോവുകയാണ്. വീണ്ടും തിരിച്ച് റൈറ്റ് ഓൺ വന്നേക്കാണ് റോക്ക് ബീച്ച് പോകാനായിട്ട്. സോ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മളിത് നടന്നുകൊണ്ടിരിക്കുക ബീച്ചിൻ്റെ അവിടേക്ക്. കുറേ നടന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ വന്നേക്കാം വെലു കഫേയിലേക്ക്. What did we order in starters? Grilled skewer.
ഭക്ഷണം കഴിച്ചാൽ ഞങ്ങൾ എനർജറ്റിക് ആയി. ഇനി വീട്ടിൽ പോയി കിടന്നുറങ്ങാം. അത്രേ ഉള്ളൂ. അപ്പൊ ബൈ. Bye-bye. Yeah, say bye. 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 Follow and subscribe. Bye. Bye.